കഴിഞ്ഞ പ്രാവശ്യം ഒരു ആന്റി എന്റെ റെസ്റ്റോറന്റിൽ കയറി വന്നിട്ട് ചോദിക്കുക കുട്ടികൾക്കുള്ള എന്തെങ്കിലും ഉണ്ടോ. ഞാൻ ചോദിച്ചു ഇവിടെ ഇഡലി ഉണ്ട്, ഇടിയപ്പം ഉണ്ട്, കോഴിക്കറി. അതല്ല, കുട്ടികൾക്ക്, അതായത് കുട്ടികളെ കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ് ഫ്രഞ്ച് ഫ്രൈസ്, നൂഡിൽസ് കുട്ടികൾക്ക്. ഇതിനും ഭേദം തള്ള അവനെങ്കിൽ വിഷം കൊടുത്ത് കൊന്നാൽ പോലെ. ഈ പ്ലേറ്റിൽ ശ്രദ്ധിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അസുഖങ്ങൾ തുടങ്ങുന്നതും ആശുപത്രികളിൽ നിന്നാണോ? അസുഖങ്ങൾ തുടങ്ങുന്നത് ഈ പ്ലേറ്റിൽ. നമ്മുടെ സ്കിന്നിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മുടെ ലിവറിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഹാർട്ടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു? നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സാറിന് മൊത്തത്തിൽ കണ്ണാടിയിൽ ഒന്ന് കണ്ടിട്ടുണ്ടോ? പലരും അത് തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിക്കാറുണ്ട്. ഞാൻ ചോദിക്കുന്നത് എന്താണ്, നിങ്ങൾ സ്വയം ഒരു 15 മിനിറ്റ് നിങ്ങളെ അല്ലെ ഒന്ന് കാണണ്ടേ സിസ്റ്റർ, ഒന്ന് സംസാരിക്കണ്ടേ? അതിനുള്ള സമയമുണ്ടോ ആൾക്കാർ? ഒരു വണ്ടി എടുത്താൽ അദ്ദേഹത്തിന് 2 വീലറോ കറക്റ്റ് ആയിട്ട് സർവീസ് ചെയ്യും, പക്ഷെ കറക്റ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നു. നാളെ ആർക്കോ തൂക്കി വെക്കുന്ന, ഇല്ലെങ്കിൽ എങ്ങനെയോ തുരുമ്പ് നിന്ന് പോകുന്നത്. ഒരു വണ്ടിയോടുള്ള ആത്മാർത്ഥത ഉണ്ണികൃഷ്ണൻ സാറെ നിങ്ങളോട് കാണിക്കുന്നു. ഈ നാടിന്റെ കർഷകനല്ലേ ഈ ഭൂമിയുടെ മാന്ത്രികൻ. നമ്മൾ എപ്പോഴെങ്കിലും സഹതപിക്കുന്ന അല്ലാണ്ട് ഈ കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഈ കുടിക്കുന്ന വെള്ളമൊന്നും മിനറൽ വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ, വെറുതെ വെള്ളത്തിൽ, നാരങ്ങ വെള്ളത്തിൽ ഉപ്പിട്ട് കുടിച്ചാൽ പോലും ഇലക്ട്രോലൈറ്റ്സ് ആണ്. ഇപ്പൊ ബ്രെയിനകത്ത് എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോലൈറ്റ്സ് ഷൂട്ട് ചെയ്യാണ്, ബ്രെയിനകത്ത് കറണ്ട് ഷൂട്ട് ചെയ്യാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതും ഒരു വ്യായാമം. ഞാൻ അപ്പോൾ ചോദിക്കും, പ്രഷർ രോഗി എന്തെയാണ് ഡോക്ടറിനാണ്? കാച്ചില്, ചേന, ചേമ്പ് ഇതൊക്കെ പുഴുങ്ങി ഇച്ചിരി മുളകുടച്ച ചമ്മന്തിയായിട്ട് കഴിച്ചാൽ തന്നെ ഭയങ്കര ഹെൽത്തിയാണ്. നാരങ്ങ വെള്ളം ഹെൽത്തിയാണ്, ബീട്രൂട്ട് ജ്യൂസ് ഹെൽത്തിയാണ്, ചൊറിയണത്തിന്റെ തോരൻ വെച്ച് കഴിച്ചാൽ അല്ല എന്തുമാത്രം ആരോഗ്യ പോസ്റ്റേറ്റ് പോലും ഉണ്ടാവില്ലെന്നൊക്കെയാ പറയുന്നത്. എല്ലാത്തിനും പുച്ഛമാണ്. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ ഇത് ഡെയിലി കഴിക്കാവുന്ന, ഡെയിലി ഒന്നും കഴിക്കാൻ പാടില്ല. പിന്നെ അളവിൽ കഴിക്കുക, അളന്ന് കഴിക്കുക, ഒന്ന് വല്ലപ്പോഴും വയറിളക്കുക. നിങ്ങളൊക്കെ പെട്രോൾ ടാങ്കും വണ്ടിയും എഞ്ചിൻ ഓയിലും വരെ മാറ്റാറുണ്ട്. നിങ്ങളൊക്കെ വയറ് കറക്റ്റായിട്ട് നടക്കാറുണ്ട്. നെയ്ക്കുമ്പളങ്ങി എത്ര ഒരു കേട്ടിട്ടുണ്ട്, ടൈനി ഫോം ഓഫ് എനർജി. അതുകൊണ്ടാണ് നമ്മൾ കൊണ്ടത് കർപ്പൂരം കത്തിച്ചിട്ട് അത് ആക്ച്വലി ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു പീസ് കട്ട് ചെയ്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നുള്ളു കല്ലുപ്പും ഒക്കെ ആയിട്ട് ഇദ്ദേഹം കുടിച്ചിട്ടുണ്ട് ചോദിച്ചാൽ രാവിലെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ എനർജി. ഇതൊക്കെ വിവരമുള്ള ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് ഇത് ചെയ്താൽ മതി. ഈ പഞ്ചസാര എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ ഏറ്റവും പെട്ടെന്ന് കുഴിയിലെത്തിക്കാൻ സഹായിക്കുന്നത്. ഗ്ലൈക്കേഷൻ എത്രത്തോളം പഞ്ചസാരയെ ദൂരോട്ട് വെക്കുന്നോ അത്രത്തോളം ചെറുപ്പമായിട്ടിരിക്കാം. നമ്മളുടെ വീടുകളിൽ തന്നെ നമുക്കൊരു വെള്ള പ്ലേറ്റ് എടുത്തിട്ട് എഴുതി വെക്കാം. ആ പ്ലേറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് if the nature didn't make it, don't take it. ആഹാരത്തിന്റെ ചൈതന്യത്തിനെ പറ്റി സംസാരിക്കാനാണ് എനിക്ക് വേദി തന്നിരിക്കുന്നത്. ദ മിറാക്കിൾ ഓഫ് ഫുഡ്. ഓരോരുത്തരും ഇന്ന് 140 കോടി ജനങ്ങൾ ഇന്ത്യയിലുള്ളതില് 1/3 രോഗികളാണ്. അപ്പൊ നമ്മളുടെ ആഹാരത്തിനെ എങ്ങനെ ഒന്ന് ശരിയാക്കിയാൽ, ഔഷധപൂർണമാക്കിയാൽ എങ്ങനെ ചൈതന്യത്തിൽ ജീവിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇന്ന് മിറാക്കിൾ ഓഫ് ഫുഡ്. വാട്ട് ഈസ് ദ മിറാക്കിൾ ഓഫ് ഫുഡ്? എന്തുകൊണ്ടാണ് ഇന്ന് ആൾക്കാർക്ക് ഇത്രയും അധികമായിട്ടും അസുഖങ്ങൾ നേരിടേണ്ടി വരുന്നത്? വളരെ സിമ്പിളാണ്. കാരണം പല വ്യക്തിത്വങ്ങളും ഇന്ന് അത് ശ്രദ്ധിക്കുന്നില്ല. നേരത്തെ ഞാൻ പലപ്പോഴും പറയാറുള്ളതൊക്കെ അറിവുകളേക്കാൾ വലുതാണ് തിരിച്ചറിവുകൾ, അല്ലേ? അപ്പൊ തിരിച്ചറിവുകൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ആഹാര ചൈതന്യം ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. പല കുടുംബ പ്രശ്നങ്ങൾ, പല വീട്ടിലെ പ്രശ്നങ്ങൾ വിഷരഹിത ആഹാര ചൈതന്യം ഉണ്ടാക്കിയാൽ തന്നെ തീർക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക്കലി ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ്. ഈ പ്ലേറ്റിന്റെ മാജിക് ആണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ പ്ലേറ്റിന്റെ മാജിക് എത്ര പേർക്ക് അറിയാം? ഈ പ്ലേറ്റിന് ഒരു വിസ്മയമുണ്ട്, അറിയോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ലൈഫ് സ്റ്റാർട്ട്സ് ആൻഡ് എൻഡ്സ് ദിസ് പ്ലേറ്റ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് ഡിന്നർ, ഇതിനു വേണ്ടിയല്ലേ ജീവിക്കുന്നത്? ഈ പ്ലേറ്റിൽ ഒരു ഫാമിലിക്കകത്ത് ഒരേ അഭിപ്രായത്തിൽ കൊണ്ടുവന്നിരുത്തുന്ന ഒരു സ്ഥലമുണ്ട്. ഏതാണെന്ന് അറിയാം? ഡൈനിങ് ടേബിൾ, പ്ലേറ്റ്. ഈ പ്ലേറ്റ്, അമ്മ വെക്കുന്ന ഈ പ്ലേറ്റ് ആണ് നമ്മൾ ജീവിതത്തിൽ ഒരു ഓർമ്മയായി കൊണ്ടു നടക്കുന്നത്, അല്ലേ? ഇന്ന് അങ്ങനെ ഓർമ്മിക്കുന്ന, ഇല്ലെങ്കിൽ ഓർമ്മിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്ലേറ്റുകൾ വീട്ടിലുണ്ടോ? നമ്മളെ കുട്ടിക്കാലത്തെ പുട്ട്, കടലക്കറി, അല്ലേ? അപ്പം, ചമ്മന്തി, ദോശ, ഇഡലി, ഈ പ്ലേറ്റ് അല്ലേ? എന്താ മെമ്മറിയാ കൊണ്ടാണ്. ഈ പ്ലേറ്റിൽ ഒരു അമ്മയുണ്ട്, അല്ലെ? ഒരു കുടുംബമുണ്ട്. ഈ പ്ലേറ്റ് ആരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ പ്ലേറ്റിൽ ശ്രദ്ധിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഒരു നേരത്തെ ആഹാരത്തിന് എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണ് ജീവിതം, അല്ലേ അമ്മ? ശരി. ഈ പ്ലേറ്റിൽ നിന്ന് കംപ്ലീറ്റ് പോയ്സൺ ആയിട്ട്, കെമിക്കലായിട്ട്. But the miracle of food,
ഇസ് ദ മാജിക് ഓഫ് ലൈഫ്. ഈ പ്ലേറ്റ് വീട്ടിലൊന്ന് കറക്റ്റ് ചെയ്താൽ, ഈ പ്ലേറ്റിൽ വിഷരഹിതമായ ആഹാരം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കാരണം അസുഖങ്ങൾ തുടങ്ങുന്നതും ആശുപത്രികളിൽ നിന്നാണോ അമ്മ? അല്ല, അസുഖങ്ങൾ തുടങ്ങുന്നത് ഈ പ്ലേറ്റിൽ നിന്നാണ്. ഈ പ്ലേറ്റ് ശുദ്ധമുണ്ടെങ്കിൽ, ശരിയല്ലേ, ഈ പ്ലേറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റിയാൽ തീരാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എത്രത്തോളം നമുക്കുണ്ടെന്ന് സൂക്ഷിക്കും. നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾക്ക് വെറുതെ എടുത്ത് ആഹാരം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ജീവിതം പിന്നെ എത്ര കണ്ട് കിട്ടിയാലും മതിയാവാതെ തീരാതെ കുഴിയിലേക്ക് ഓടുന്നിടം വരെയും അത്യാർത്ഥിയും സമയമില്ലായ്മയുടെ ദാരിദ്ര്യവും അനുഭവിച്ച് തീരുകയാണ്. അപ്പൊ ഈ പ്ലേറ്റ് എങ്ങനെ കറക്റ്റ്? ഒരു ടൈം ടേബിൾ കുട്ടികൾക്കാണെങ്കിലും ഇന്ന് വിദ്യാഭ്യാസം കൊടുക്കേണ്ട എങ്ങനെയാണ്? ഈ പ്ലേറ്റിന്റെ ഡിസിപ്ലിനാണ്. പുറം രാജ്യങ്ങളിൽ ഇപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ പോയാൽ തന്നെ പ്ലീസ് വാഷ് യുവർ ഹാൻഡ്സ്, കം പ്ലീസ് ബി സീറ്റഡ്, ഡോണ്ട് ടോക്ക് വൈൽ ഈറ്റിംഗ്. ഭയങ്കര ഡിസിപ്ലിനാണ്. എത്രയോ ആൾക്കാർ മൊബൈലിൽ നോക്കിക്കൊണ്ടായി പ്ലേറ്റിന് ഒരു ബഹുമാനവും കൊടുക്കാൻ. അപ്പൊ ഞാൻ സിസ്റ്റർക്ക് സംസാരിക്കുന്ന സമയത്ത് സിസ്റ്റർ തിരിച്ച് മറുപടി പറയാൻ ഞാൻ അപ്പുറത്തോട്ട് നോക്കിക്കൊണ്ടിരുന്നത് കേട്ടാൽ അത് ഡിസ്റെസ്പെക്റ്റ് ആണോ ആക്കിയത്? അപ്പൊ അതുപോലെ നമ്മൾ എത്ര പേര് ഈ പ്ലേറ്റിനെ റെസ്പെക്ട് ചെയ്യുന്നു? മൊബൈലിൽ കുത്തിക്കൊണ്ടിരുന്നാണ് പലപ്പോഴും ഈ പ്ലേറ്റിൽ ആഹാരം കഴിക്കുന്നത്. അന്നം പരബ്രഹ്മം അല്ലേ? ആഹാരമാണ് മഹാഭാഷ്യം, ആയുർവേദം പറയുന്നതാണ്. മനസ്സിലായോ? ഫുഡ് ഇറ്റ്സെൽഫ് ഇസ് ദ മെഡിസിൻ. ഇതിന്റെ മാജിക് അറിയണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സീഡ് ഇറ്റ്സെൽഫ് ഇസ് ദ മാജിക് അല്ലേ? ഒരു വിത്ത് വിതയ്ക്കുമ്പോൾ വിസ്മയം സംഭവിക്കും. ആ വിത കൊയ്യുമ്പോൾ ഒരു അനുഗ്രഹം സംഭവിക്കും. ഒരു ആഹാരം പാചകം ചെയ്ത് ഷെയർ ചെയ്യുമ്പോൾ അവിടെ സ്നേഹം സംഭവിക്കാം. ദാറ്റ്സ് എ മിറാക്കിൾ ഓഫ് ഫുഡ്. എത്ര ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കണം? എന്തൊക്കെ കഴിക്കണം? നമ്മുടെ സ്കിന്നിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മുടെ ലിവറിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഹാർട്ടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സാറിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? നാരായണ പറ്റി. ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഇല്ല 2 ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ശരിയല്ലേ? സാറിന്റെ പേര് ഉണ്ണികൃഷ്ണൻ. എന്നെ സംബന്ധിച്ചോളം ഉണ്ണികൃഷ്ണൻ സാറിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ണികൃഷ്ണൻ സാറാണ്. ഉണ്ണികൃഷ്ണൻ സാർ എന്ന് പറയുന്ന ഈ അമ്പലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആത്മാവിനെ വിളിക്കുന്ന ഇന്നത്തെ പേരാണ് ഉണ്ണികൃഷ്ണൻ. പിന്നെ ബോഡി എടുക്കട്ടെ എന്നല്ലേ ചോദിക്കും, അല്ലേ? ആ ഉണ്ണികൃഷ്ണൻ സാറ് എപ്പോഴെങ്കിലും ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് സാറിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സാറിനോട് സംസാരിച്ചിട്ടുണ്ട്. സാറിന് മൊത്തത്തിൽ കണ്ണാടിയിൽ ഒന്ന് കണ്ടിട്ടുണ്ട്. പലരും അത് തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിക്കാറുണ്ട്, അല്ലേ? ഞാൻ ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾ സ്വയം ഒരു 15 മിനിറ്റ് നിങ്ങളെ, അല്ലേ, ഒന്ന് കാണണ്ടേ സിസ്റ്റർ? ഒന്ന് സംസാരിക്കണ്ടേ? അതിനുള്ള സമയമുണ്ടോ ആൾക്കാർ? അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നു, അച്ഛന് വേണ്ടി ജീവിക്കുന്നു, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, എല്ലാം കൊള്ളാം. താൻ ചത്ത് മീൻ പിടിച്ചാൽ മീൻ തിന്നാൻ താൻ കാണില്ല, അങ്ങനല്ലേ അമ്മ പഴഞ്ചൊല്ല്? നിങ്ങൾ 15 മിനിറ്റ് ഡെയിലി നിങ്ങളോടൊന്ന് സംസാരിച്ചാൽ എന്ത് വിസ്മയമായി. ബ്രദറിന്റെ പേര് അനീഷ്. അപ്പൊ അനീഷ് രാവിലെ ഗുഡ് മോർണിംഗ് അനീഷ്, എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളിയാണ്. ബിക്കോസ് യു ഹാവ് ടു ഫോൾ ഇൻ ലവ് വിത്ത് യുവർസെൽഫ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നല്ല ഫീച്ചേഴ്സ് ആണുള്ളത്, അല്ലേ? നമ്മളൊരു വളരെ യുണീക്ക് പ്രോഡക്റ്റാണ്. ഫിംഗർ പ്രിന്റ് പോലും യുണീക്കാണ്. ഒരു വണ്ടി എടുത്താൽ ഇദ്ദേഹത്തിന് 2 വീലറാണ്, കറക്റ്റായിട്ട് സർവീസ് ചെയ്യും, പക്ഷെ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നു. നാളെ ആർക്കോ തൂക്കി വെക്കുന്ന, ഇല്ലെങ്കിൽ എങ്ങനെയോ തുരുമ്പ് നിന്ന് പോകുന്ന ഒരു വണ്ടിയോടുള്ള ആത്മാർത്ഥത ഉണ്ണികൃഷ്ണൻ സാറെ നിങ്ങൾ നിങ്ങളോട് കാണിക്കണം. ഞാൻ പറഞ്ഞു തരുന്നത് ഒരു തിരിച്ചറിവായിക്കോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ദ മിറാക്കിൾ ഓഫ് ഫുഡ് ഇസ് വെൻ യു സീ എ സീഡ്. ഒരു വിത്ത് വിതയ്ക്കുമ്പോൾ വിസ്മയം സംഭവിക്കും. അതിനെ കൊയ്യുമ്പോൾ, അല്ലേ, ഒരു അനുഗ്രഹം സംഭവിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ നാടിന്റെ കർഷകനല്ലേ ഈ ഭൂമിയുടെ മാന്ത്രികൻ, അല്ലേ? നമ്മൾ എപ്പോഴെങ്കിലും സഹതപിക്കുന്ന അല്ലാണ്ട് ഈ കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ചെയ്തിട്ടുണ്ടോ? കർഷകൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ കാണിക്കുന്നത് ഒരു തലപ്പായൊക്കെ വെച്ച് ഒരു കാളവണ്ടിയൊക്കെ വലിച്ച്, അല്ലേ, ഒരു ഒരു സാധനം കാളയൊക്കെ കൊയ്യുന്ന ഒരു ഫോട്ടോയാണ് നമ്മളെ മനസ്സിൽ വരുന്നത്. എന്തുകൊണ്ടൊരു കർഷകന്റെ ഫോട്ടോ ഓടി കാറുകൾ? നമ്മളുടെ സംസ്കാരത്തിന്റെ ഒരു വളരെ ബ്യൂട്ടിഫുൾ, അതായത് ഹ്യൂമൻ സിവിലൈസേഷൻ, മനുഷ്യരുടെ സിവിലൈസേഷന്റെ ഒരു മാന്ത്രിക വാക്ക് എന്താണെന്നറിയോ? ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ഒരേ ഒരു വേർഡേ ഉള്ളൂ,
കൾച്ചർ ക്യാരി ചെയ്യുന്നു. കൾച്ചർ ക്യാരി ചെയ്യുന്ന ഒരേ ഒരു വാക്യമുള്ളു ഇംഗ്ലീഷ് ഡിക്ഷണറി. ഏതാന്ന് പറയാം? അഗ്രികൾച്ചർ. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? എവറിതിങ് ബിഗിൻസ് ഫ്രം ദ സോയിൽ. എവറിതിങ് ബിഗിൻസ് ഫ്രം ദ സോയിൽ. അപ്പോൾ നമ്മളുടെ ശ്രദ്ധ ഒന്ന് മാറ്റി. നമ്മൾ കാറ് വാങ്ങിക്കണം, നമ്മൾ പലതും വാങ്ങിക്കണം, പക്ഷെ എവറിതിങ് ബിഗിൻസ് ഫ്രം ദ സോയിൽ. അഗ്രികൾച്ചർ, കൾച്ചർ ബിഗിൻസ് ഫ്രം ദ സോയിൽ. അത് നമ്മളുടെ ആഹാരത്തിന്റെ രീതികളാവട്ടെ, നമ്മളെ ഫെസ്റ്റിവൽ ആവട്ടെ, നമ്മളെ എന്തും തന്നെ ആവട്ടെ, നമ്മളെ ആഹാര രീതികളാവട്ടെ, നമ്മളെ ചൈതന്യമാവട്ടെ, ഫാമിലി ആവട്ടെ, എവറിതിങ് ബിഗിൻസ് ഫ്രം ദ അഗ്രികൾച്ചർ. അപ്പൊ ഈ തിരിച്ചറിവുകൾ ഇന്ന് പുസ്തകമേളയിൽ ഒരു ടെക്നിക്കൽ വേർഡ് അഗ്രികൾച്ചർ എന്ന വേർഡ് നമ്മളുടെ വീടുകളിൽ തന്നെ നമുക്കൊരു വെള്ള പ്ലേറ്റ് എടുത്തിട്ട് എഴുതി വെക്കാം. ആ പ്ലേറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണേണ്ടത്, ഇഫ് ദ നേച്ചർ ഡിഡ്ന്റ് മേക്ക് ഇറ്റ്, ഡോണ്ട് ടേക്ക് ഇറ്റ്. ഈ എഡ്യൂക്കേഷൻ വീട്ടിൽ തുടങ്ങിയാൽ, നമ്മൾക്ക് കുട്ടിക്കാലം ഉണ്ടായിരുന്നു ഇല്ലേ? അമ്മയുടെ കുട്ടിക്കാലത്ത് എത്ര ഷുഗർ രോഗികൾ ഉണ്ടായിരുന്നു അമ്മയുടെ ഫാമിലിയിൽ? എത്ര ക്യാൻസർ രോഗികൾ ഉണ്ടായിരുന്നു? എത്ര ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നു? അപ്പൊ എവിടത്തേക്കാണ് ഈ മത്സരിച്ചോടുന്നത്? പലരും ജെറ്റ് പായുന്നതൊക്കെ പോകുമ്പോൾ ഞാൻ ആലോചിക്കും, എങ്ങോട്ടാ? മുലപ്പാല് മുതൽ വായിക്കരുത്. It begins and ends on a plate. So end of the day, the miracle of food, നിങ്ങൾ തിരിച്ചറിയാൻ, നിങ്ങളുടെ ആഹാരത്തിനകത്ത് ചെറിയ ചെറിയ, ഇപ്പൊ നമ്മളെ നാട് തന്നെ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കരിക്കും വെള്ളം, ഞാൻ പറയുന്നത് രോഗികൾക്കുള്ള ഒരു മറുപടിയല്ല, ആരോഗ്യ സമ്പന്നത നേടുന്ന. ഇപ്പൊ ഇദ്ദേഹം ഒരു 24/7 വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിന് എനർജിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇലക്ട്രോലൈറ്റ്സ് എത്ര പേര് കേട്ടിട്ടുണ്ട്? കൈപൊക്കാം. ഇലക്ട്രോലൈറ്റ്സിന് നമ്മളുമായിട്ടുള്ള ശാരീരിക ബന്ധം എന്താണ്? മാഡത്തിനൊന്ന് പറയാം. നമുക്കൊന്ന് ഇന്ററാക്ട് ചെയ്യാം, ഒരു സഹോദരനായിട്ട് കരുതിയാൽ മതി. നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു ചെറിയ ഇലക്ട്രിസിറ്റി അല്ലെ, അത് ആദ്യം തന്നെ എങ്ങനെയായിരിക്കും ഒരു ദിവസം നമ്മളിലേക്ക് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാക്കാൻ കഴിയുക? എത്ര പേർക്ക് അറിയാം? ഞാൻ പറഞ്ഞില്ല, അറിവ് ഇല്ലായ്മ ഒരു തെറ്റല്ല. അറിയില്ല എന്ന് പറയുന്നവരാണ് തൻ്റെ, പറ്റത്തില്ല എന്ന് പറയുന്നതല്ല അല്ലേ? അറിവിനേക്കാൾ വലുതാണ് അറിവില്ലായ്മ. അപ്പൊ അതിനെ ബഹുമാനിക്കേണ്ടത്. പക്ഷെ ഇവിടെ പീഡിയ, ഭയക്കുക, വൈ ഫിയർ? അറിവിനേക്കാൾ വലുതാണ് അറിവില്ലായ്മ. ബഹുമാനിക്കുക. സിസ്റ്ററിന് എല്ലാം അറിയണം, എനിക്ക് എല്ലാം അറിയണം, ഒരു നിർബന്ധമില്ല. എന്റെ അറിവുകൾ ലിമിറ്റഡ് ആണ്. അത് പകർന്നു തരാൻ എന്നെ ക്ഷണിച്ചിരിക്കുക. അത് നിങ്ങൾക്ക് എത്രത്തോളം തരാൻ പറ്റുമോ ഞാൻ അത്രയും കൂടുതൽ. എനിക്ക് അത് കഴിഞ്ഞല്ലോ, എനിക്ക് കൂടുതൽ പഠിക്കും. സോ ഹൗ ഡസ് യുവർ ഡേ സ്റ്റാർട്ട്സ്? Electrifying yourself. ആർക്കെങ്കിലും പറയാൻ പറ്റും? വെള്ളത്തിന്റെ തന്നെ pH വാല്യൂ നശിച്ചു പോയിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത്. വെള്ളത്തിന്റെ തന്നെ, നിങ്ങൾ ഈ കുടിക്കുന്ന വെള്ളമൊന്നും മിനറൽ വാട്ടർ അല്ല, ഡ്രിങ്കിങ് വാട്ടർ. അത് മുത്തശ്ശിയുടെയൊക്കെ കാലത്ത് കിണറിന്റെ വെള്ളത്തിലൊക്കെ മിനറൽസ് ഉണ്ടായിരുന്നു. അപ്പൊ അല്ലെ അമ്മയുടെ കാലത്തോടെ ചെന്നു. രാവിലെ തലയിൽ തണുത്ത വെള്ളം വീഴുമ്പോൾ ഒരു സാധനം ഉണ്ടാവും, ഇലക്ട്രോലൈറ്റ്സ് അല്ലേ? ഇലക്ട്രോലൈറ്റ്സ്, ചെറിയ ഇലക്ട്രിസിറ്റി. ബ്രെയിൻ സ്റ്റാർട്ട്സ് വർക്കിംഗ്. ബ്രെയിനെ ഇലക്ട്രിഫൈ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ ഞാൻ സിമ്പിൾ എക്സാമ്പിൾ, എത്ര പേര് ഇടത്തെ കയ്യിൽ വാച്ച് കിട്ടിയിട്ടുണ്ട്? കൈ പൊക്കാവും. ഇടത്തെ കൈ, ആ വാച്ച് എല്ലാം ഒന്ന് അഴിച്ച് വലത്തെ കയ്യിലേക്ക് കേട്ടു പ്ലീസ്. നിങ്ങളെ ആ വാച്ച് അഴിച്ച് വലത്തെ കയ്യിലേക്ക് കേട്ടു. അതിന്റെ സിമ്പിൾ ആയിട്ടൊരു മാജിക് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും വാച്ച് ഇടത്തെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വലത്തെ കയ്യിലേക്ക് കേട്ടു. റെഡിയല്ലേ? ഭാരം തോന്നുന്നില്ലേ വലത്തെ കയ്യിൽ? ഒരു അസ്വസ്ഥത തോന്നുന്നില്ല. കാരണം നിങ്ങളുടെ ബ്രെയിൻ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിയാവുന്നില്ല, നിങ്ങൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്, എടുത്ത് മറ്റേ കേൾക്കട്ടെ, എടുത്ത് മറ്റേ കേൾക്കട്ടെ, എടുത്ത് മറ്റേ കേൾക്കട്ടെ. ഇത്രയേ ഉള്ളൂ. ഇത്രയ്ക്കും നമ്മളെ ചതിക്കുകയും പറ്റിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ് നമുക്ക് ആക്ച്വലി ഇപ്പൊ സ്വന്തമായിട്ട് അതിന് അടിമപ്പെട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ. കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത്. പോലത്തെ കൈ കിടന്നപ്പോൾ ഭയങ്കര ഭാരം തോന്നുന്നു. ഇടത്തെ കൈ കിടന്നപ്പോൾ അറിഞ്ഞതുപോലും. ശ്രമിച്ചു നോക്കിയാണ്. ഇപ്പൊ ബ്രെയിനകത്ത് എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോലൈറ്റ് ഷൂട്ട് ചെയ്യാണ്. ബ്രെയിനകത്ത് കറണ്ട് ഷൂട്ട് ചെയ്യാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതും ഒരു വ്യായാമമാണ്. സിമ്പിൾ കാര്യം. സാറ് കണ്ണാടി എടുത്തിട്ട് തിരിച്ചു വയ്ക്കുക, തല കേൾക്കാൻ പാടില്ല. അപ്പൊ ബ്രെയിൻ ആക്ടിവേറ്റ് ആയി.
ഡീഫോൾട്ട് വർക്ക് ചെയ്യാം. നമ്മൾ കഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ ജിമ്മിൽ പോയി നമ്മൾ കഷ്ടപ്പെടണം അല്ലേ? കഷ്ടപ്പെടാണ്ട് തന്നെ ബ്രെയിനെ ചീറ്റ് ചെയ്യാണ്, ട്രിക്ക് ചെയ്യാണ്. ഈ ബ്രെയിനിനെ ട്രിക്ക് ചെയ്ത് മാസ്റ്റർ ചെയ്യുന്നവരെയാണ് മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത്. മാസ്റ്റർ മൈൻഡ് പേഴ്സൺ ഈസ് എ മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത്. ഇല്ലേ, സ്ലേവ് ആണ്. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം, സ്കൂളിൽ പഠിപ്പിച്ച് വരുന്നതെല്ലാം അടിമത്വമാണ്. സാർ വേറെ തന്നെ സാർ എന്ന് വിളിക്കുക, സാർ 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 ഇങ്ങനെ വിളിക്കാനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യു ആർ ദ ബോസ് ഓഫ് യുവർ ലൈഫ്. നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിന്റെ ബോസ്. അത് നിങ്ങളുടെ കണ്ണാടിയിൽ നിന്ന് തുടങ്ങണം. നിങ്ങളിൽ തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ ജീവിത ചൈതന്യത്തിന് ഒരു പ്ലേറ്റിൽ നിന്ന്, ദ മിറാക്കിൾ ഓഫ് ഫുഡ് എന്ന് പറയുന്നതാണ്, പ്ലേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ രാവിലെ ഒന്ന് കുളിക്കുമ്പോൾ ഇലക്ട്രോലൈറ്റ്സ് ആയി. ഇപ്പൊ ഇദ്ദേഹത്തിന് ക്ഷീണം തോന്നണം, വെറുതെ വെള്ളത്തിൽ, നാരങ്ങ വെള്ളത്തിൽ ഉപ്പിട്ട് കുടിച്ചാൽ പോലും ഇലക്ട്രോലൈറ്റ്സ് ആണ്, കല്ലുപ്പാണ്. ഞാൻ അപ്പോൾ ചോദിക്കും, പ്രഷർ രോഗി എന്തെയാണ് ഡോക്ടറെ കാണും. ഞാൻ പറയുന്നത് ശരാശരി ഒരു സാധാരണ മനുഷ്യന്റെ ജീവിത ചൈതന്യം. കരിക്കും വെള്ളത്തിൽ പോലും ഒരു നുള്ളു കല്ലുപ്പിട്ട് കുടിച്ചാൽ ഇലക്ട്രോലൈറ്റ്സ്. ഇതൊക്കെ വിവരമുള്ള ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് വീണ്ടും ചെയ്താൽ മതി. ഞാൻ എൻ്റെ റിസർച്ചിൽ നിന്നും പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, ബിക്കോസ് ഐ ആം എ ഫുഡ് സയന്റിസ്റ്റ്, ദാറ്റ് ഇസ് ദ റീസൺ ഐ എം എക്സ്പ്ലെയിനിങ്. ഇന്ന് വീട്ടിലെ മാനസിക പ്രശ്നങ്ങൾ പോലും ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടേഷനിൽ ആണ് സൊല്യൂഷൻ. പണ്ട് നമുക്കതൊന്നും ഇല്ല. ഉണ്ടോ? കാരണം കുട്ടിക്കാലത്ത് ഓടിയ ഓട്ടവും ആടിയ ആട്ടവും അല്ലേ ഇന്നത്തെ പിള്ളേർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫ് സ്പാനും 100-150 കൊല്ലത്തിലേക്ക് പോകണം. എൻ്റെ മുത്തശ്ശിക്ക് 90 വയസ്സും എൻ്റെ അച്ഛൻ 60 വയസ്സിലും മരിച്ചെങ്കിൽ ഇവിടെയാണ് ടെക്നോളജി ആയുസ് കൂട്ടിക്കിട്ടാൻ സഹായിക്കുന്നത്. അപ്പം എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഇരിക്കുന്നത് നിങ്ങളുടെ പ്ലേറ്റിലാണ്. നിങ്ങളുടെ പ്ലേറ്റിന്റെ ഉൽപ്പന്നങ്ങൾ വരേണ്ടത് അഗ്രികൾച്ചർ, ഈ സോയിലാണ്. ഈ സോയിൽ ഉൽപ്പന്നങ്ങൾ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ പ്രോസസ്ഡ് ഫുഡാണോ നാച്ചുറൽ ഫുഡാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെല്ലാം വലിച്ചു വാരി തിന്ന്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ തേൻ വയ്ക്കുകയാണെങ്കിൽ തേനീച്ചകൾ വരും അല്ലേ? കാരണം അതാണ് അവരുടെ ഫുഡ്. ഞാനിവിടെ വേസ്റ്റാണ് വയ്ക്കുന്നതെങ്കിൽ പന്നികൾ വരും. ഇത് രണ്ടും നമ്മുടെ ലൈഫിലുണ്ട്. ഏത് കാറ്റഗറിയിൽ നിന്നാണ് നമ്മളെ ലൈഫിനെ കാണുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. യു ബിക്കം എ മാസ്റ്റർ, യു ബിക്കം എ മാസ്റ്റർ മൈൻഡഡ് പേഴ്സൺ. പ്ലേറ്റ് ഹാസ് ടു ബി മാസ്റ്റർ. ഇപ്പൊ ഇന്ന് എങ്ങനെങ്കിലും 2 മിനിറ്റിൽ എന്തെങ്കിലും ചൂടാക്കി കൊടുക്കണമെന്നുള്ള ചിന്തയിലാണ് തിരക്ക് പിടിച്ച മാതാപിതാക്കൾ. ആ കുട്ടികൾക്ക് ഇന്ന് അനുഭവിക്കേണ്ടി വരുന്നത് വന്ധ്യതയും ഗൈനിക് ഇഷ്യൂസും അല്ലെ? പ്രോപ്പർ മെൻസ്ട്രേഷൻ ഇല്ല, പ്രോപ്പർ പ്രഗ്നൻസി കിട്ടുന്നില്ല. നമ്മൾ കുടം കമത്തിയിട്ടോ പടക്കം പൊട്ടിച്ചിട്ടോ തൊട്ടിൽ കെട്ടിയിട്ടോ കാര്യമില്ല. നമ്മൾ അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് നമ്മളെ കുട്ടികളെ എത്രത്തോളം വിദ്യാസമ്പന്നരാക്കുന്നോ അതിനേക്കാൾ ഉപരി ആരോഗ്യ സമ്പന്നതയിൽ വർക്ക് ചെയ്യണം. ആരോഗ്യ സമ്പന്നത ഞാൻ പറഞ്ഞ കണക്ക് നമ്മുടെ മണ്ണിൽ നിന്ന് വന്ന ആഹാര ചൈതന്യം വിട്ടുപിരിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ പിറകെ നമ്മൾ ഓടിയാലും അവർക്കും ആയുസ് കാണില്ല, ഓടുന്ന നമ്മളുടെ ആയുസ് പറയും. കാച്ചില്, ചേന, ചേമ്പ് ഇതൊക്കെ പുഴുങ്ങി ഇച്ചിരി മുളകുടച്ച ചമ്മന്തിയായിട്ട് കഴിച്ചാൽ തന്നെ ഭയങ്കര ഹെൽത്തിയാണ്. നാരങ്ങ വെള്ളം ഹെൽത്തിയാണ്, ബീട്രൂട്ട് ജ്യൂസ് ഹെൽത്തിയാണ്. ചൊറിയണത്തിന്റെ തോരൻ വെച്ച് കഴിച്ചാൽ എത്ര ഒരു ചൊറിയണത്തിന്റെ പരിപ്പ് കറിയും തോരനോ കഴിച്ചണം അല്ലേ? അല്ലെ? എന്തുമാത്രം ആരോഗ്യ പോസ്ട്രേറ്റ് പോലും ഉണ്ടാവില്ല എന്നൊക്കെയാ പറയുന്നത്. പുച്ഛമാണ്. ചെമ്പരത്തി, എത്ര പേരുടെ വീട്ടിൽ ചെമ്പരത്തി ഉണ്ട്? ചെമ്പരത്തി ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ടോ? ചെമ്പരത്തി വെറുതെ കുട്ടികൾക്ക് രാവിലെ ചേച്ചി നാളെ 2 ചെമ്പരത്തി, അര നാരങ്ങ കിട്ടി, ഇത് ചെമ്പരത്തി ജ്യൂസ് അടിക്കുക. നല്ല രസമാണ്. രാവിലെ ഒരു ചെമ്പരത്തി എടുക്കുക, ഇച്ചിരി വെള്ളം ഒഴിക്കുക, ഒരു നാരങ്ങ പിഴിയുക, ഇച്ചിരി ഉപ്പിടുക, തേനുണ്ടെങ്കിൽ അടിപൊളി. രാവിലെ ഒരു ചെമ്പരത്തി ജ്യൂസ്. 5 പൈസ ചെലവില്ല, മുറ്റത്ത് നിൽക്കുകയല്ലേ. ശംഖുപുഷ്പം എല്ലാരും വെട്ടിക്കളയുന്ന തിരക്കിലാണ്. പറയുന്ന ഞാൻ ശശി, നിങ്ങളുടെ ഒരു പഠനം നടത്തും. നമ്മളെല്ലാ സ്കൂളിൽ പോയിട്ടില്ലേ? ശംഖുപുഷ്പത്തിന്റെ ഔഷധ ഗുണങ്ങൾ എന്താണ്? നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് തന്നെ നിങ്ങളുടെ പറയും. ഒരു കാര്യവും അമിതമായാൽ അമൃതം വിഷം, ശരിയല്ലേ? നമുക്ക് സീസൺ ഉണ്ട്. നമ്മളിപ്പോ ഒരു ദിവസം ചെമ്പരത്തി ജ്യൂസ് കുടിക്കുമ്പോൾ അടുത്ത ദിവസം നമുക്ക് തന്നെ തോന്നും നമ്മുടെ ശരീരം നമ്മളോട് സംസാരിക്കും. നമ്മുടെ ശരീരം നമ്മളോട് സംസാരിക്കുന്നത് എങ്ങനെയാ സിസ്റ്റർ തിരിച്ചറിയുന്നത്? കുത്തരി ചോറ്, കാന്താരി ചമ്മന്തി,
കടുവ് മാങ്ങ അച്ചാർ, നല്ല പുളിശ്ശേരി, കട്ട തൈര്, ചെറിയ ഉള്ളി. വായ്പയുടെ വെള്ളം വരുന്നില്ല. ഇപ്പൊ ശരീരം എന്നോട് സംസാരിച്ചതാണ്. ശരീരം ഇത് ഞാൻ സായിപ്പിന്റെ അടുത്ത് പറഞ്ഞാലും ഒരു പഞ്ചാബിയുടെ അടുത്ത് പറഞ്ഞാലും വായ്പയുടെ വെള്ളം തരുമോ? ഇല്ല. തിരിച്ചറിവുകളുണ്ടാവട്ടെ. നിങ്ങളുടെ ശരീരം എന്നോട് സംസാരിക്കും. നിങ്ങളോട് സംസാരിക്കണ്ടേ? അപ്പോ നിങ്ങൾക്ക് കേൾക്കാനുള്ള കഴിവില്ല. ആ കഴിവ് വളർത്തിയെടുത്താൽ നിങ്ങൾക്ക് വേദന എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ശരീരത്തിന്റെ നിലവിളിയാണ് അല്ലേ? ആ നിലവിളി നമ്മൾ എന്തിനാ സഹിക്കും? നമ്മൾ കേൾക്കണം. ഇച്ചിരി ചൂടുവെള്ളം, ഇച്ചിരി ഉപ്പ്, ഇച്ചിരി തൈല അല്ലേ? വണ്ടിക്ക് എന്തൊക്കെ ചെയ്യുന്നു? സൺഫിലിം ഒട്ടിക്കുന്നു, പെർഫ്യൂം അടിക്കുന്നു അല്ലേ? 500-600 കൊടുത്ത് വണ്ടി വാഷ് ചെയ്യുന്നു. തുണി 2000 രൂപ കുറഞ്ഞൊരു ഷർട്ട് വേണ്ട. ശരിയല്ലേ സാർ? ആ കമ്മല് കഴിഞ്ഞ ആഴ്ച ഉപയോഗിച്ചതാ, പുതിയ കമ്മല് മതി. ഈ സാരി ഞാൻ ആ കല്യാണത്തിൽ ഉടുക്കത്തില്ല, കാരണം അവിടെ രാധാമണി ചേച്ചി എന്റെ ഈ സാരി കണ്ടു. കറക്റ്റല്ലേ? ആരെ പേടിക്കാൻ? നമ്മളോട് 15 മിനിറ്റ് ഡെയിലി സ്പെൻഡ് ചെയ്താൽ, നിങ്ങളിത് എഴുതി വെച്ചോ, നിങ്ങളുടെ ജീവിതത്തിന്റെ 3/4 പ്രശ്നങ്ങളും അവിടെ. ഞാനിപ്പോ തിരിച്ചറിഞ്ഞ ഒരു കാര്യം, നമ്മളുടെ ആരോഗ്യ സമ്പന്നതയിൽ നമുക്ക് നല്ല തോട്ട്സ് ഉണ്ടാവും. കാരണം നമ്മൾ എന്ത് കഴിക്കുന്നു അതാണ് നമ്മളെ ചിന്ത. ശരിയല്ലേ? ഫുഡ് ഇസ് ബിക്കംസ് തോട്ട്സ്, തോട്ട്സ് ബിക്കം വേർഡ്സ്, വേർഡ്സ് ബിക്കം, അങ്ങനെ ഇതിന്റെ ശാസ്ത്രമാണ്. അപ്പോൾ വാച്ച് യുവർ ഫുഡ്, വാച്ച് യുവർ ഫുഡ്. നീ എന്ത് കഴിക്കുന്നു അതാണ് നീ. അങ്ങനെയൊക്കെയല്ലേ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൂ അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇവരുള്ളവർ പറഞ്ഞേ. അപ്പൊ നമ്മൾ എന്താണ് കഴിക്കുന്നത്? ചപ്പും ചവറുമാണോ? നമ്മൾ സമയത്തിന് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? ഒരു ഗ്ലാസ് വെള്ളം സമയത്തിന് കുടിക്കുന്നവരുണ്ടോ ഈ നാട്ടിൽ? ഇപ്പം തിളപ്പിച്ചാറ്റിയ വെള്ളവുമായി നടക്കുന്ന എത്ര പേരുണ്ട്? ഒരു കാലത്ത് ഇവിടെ ബിസ്ലറി എന്ന് പറയുന്നൊരു വെള്ളം വന്ന സമയത്ത് ആ വെള്ളത്തിന്റെ ഉടമസ്ഥനെ കളിയാക്കി. കേരളത്തിൽ ആരെങ്കിലും വെള്ളം കാശ് കൊടുത്ത് വാങ്ങിച്ചു കുടിക്കുമോ? അതേ അയാൾ തിരിച്ചു ചോദിച്ചു, ഇന്ന് കേരളത്തിൽ ആരെങ്കിലും കാശ് കുടിക്കാതെ വെള്ളം കുടിക്കുന്നവരുണ്ടോ? കേരളത്തിന്റെ തലയെടുത്ത് മാറി. ഒരു നാടിന്റെ ഏറ്റവും വലിയ ഐശ്വര്യം ആ നാടിന്റെ വെള്ളമാണ്. നമ്മുടെ ശരീരത്തിന്റെ 70% അപ്പുറവും വെള്ളമാണെന്നാ പറയുന്നത്. ഓഷ്യൻ ഓഫ് ബ്ലഡ്. നമ്മളുടെ കൈയിന്റെ എല്ലിനെ എടുത്തൊന്ന് പൊടിച്ച് ടെസ്റ്റ് ചെയ്താൽ ഒരു കടലിലുള്ള എല്ലാ മിനറൽസും അടങ്ങിയിട്ടുള്ളതാണ് നമ്മളുടെ ബോഡി. നമ്മുടെ പ്രകൃതിയുടേതാണ്, വികൃതിയുടേതല്ല. അപ്പോ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ എഴുതിയിരിക്കുന്നവൻ കൾച്ചർ ചേർത്ത് വേറൊരു വേർഡ് എഴുതാതിരുന്നത് തന്നെ അഗ്രികൾച്ചറിന് പകരം വേറെ എന്തെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയോ, അഗ്രികൾച്ചറിന് പകരം ഒരു വലിയ വിദ്യാഭ്യാസമോ, അഗ്രികൾച്ചർ തരാത്തതായിട്ട് ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഇല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലായിരിക്കണം ഒരു ഇംഗ്ലീഷുകാരൻ കൾച്ചർ ചേർത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ അഗ്രികൾച്ചർ എന്ന് എഴുതിയത്. ഇപ്പൊ ഫ്ലാറ്റ് ജീവിതമായവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്വന്തം വീട് മുറ്റത്ത് പനിക്കൂർക്ക എന്ന് പറയുന്ന ചെടിയുണ്ട്. എത്ര പേർക്ക് അറിയാം? വീട്ടിൻ്റെ അടുത്ത് ഉണ്ടോ പനിക്കൂർക്ക? തിളപ്പിച്ചൊക്കെ വെള്ളം കുടിക്കാറുണ്ടോ? നമ്മളെ ശ്വാസകോശത്തിനും നമ്മളെ ശരീരത്തിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി ഒന്നും വാങ്ങിക്കാനല്ലല്ലോ പറഞ്ഞത്, മുറ്റത്തുള്ളതൊക്കെ ഒന്ന് തിളപ്പിക്കുക. അപ്പൊ കുട്ടികൾ പറയാം, അയ്യേ കഴിഞ്ഞ പ്രാവശ്യം ഒരു ആന്റി എന്റെ റെസ്റ്റോറൻറ്റിൽ കയറി വന്നിട്ട് ചോദിക്കുക, കുട്ടികൾക്കുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? കുട്ടികൾക്കുള്ള എന്തെങ്കിലും ഉണ്ടോ? അമ്മ ശ്രദ്ധിക്കണം. ഒരു ആന്റി വന്നിട്ട് ചോദിക്കുക, ഞാൻ ചോദിച്ചു ഇവിടെ ഇഡലിയുണ്ട്, ഇടിയപ്പം ഉണ്ട്, കോഴിക്കറി. അതല്ല, കുട്ടികൾക്ക്, അതായത് കുട്ടികളെ കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ് ഫ്രഞ്ച് ഫ്രൈസ്, നൂഡിൽസ്. കുട്ടികൾക്ക് ഇതിനും ഭേദം തള്ള അവനെങ്കിൽ വിഷം കൊടുത്ത് കൊന്നാൽ പോലെ. മാസത്തിലൊരിക്കലോ ആഴ്ചയൊരിക്കലോ വർഷത്തിലോ ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു മുള്ള് കൊണ്ടാൽ തന്നെ അത് പഴുത്തങ്ങ് പുറത്തു പോകും. സജ്ജറ്റ് കണ്ണിലൊരു കരട് വീണ വെള്ളം കണ്ണിൽ വെള്ളം അല്ലെ, ഓട്ടോമാറ്റിക്കാണ്. ഇങ്ങനൊരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഉള്ളിടത്തോളം കാലം അത് ശക്തിയേറിയ കാര്യം. കാരണം ഇദ്ദേഹം ഒരു വെജിറ്റേറിയനാണ്. ഇദ്ദേഹത്തിന് ഇപ്പൊ ഏതെങ്കിലും നോൺ വെജ് കൊടുത്താൽ 10 മിനിറ്റ് ഇങ്ങനെ ഓടും. മുഖ്യമന്ത്രിയാണെന്നോ പ്രധാനമന്ത്രിയാണെന്നോ പറഞ്ഞിട്ട് വയറ് വെയിറ്റ് ചെയ്തൊന്നുമില്ല. ഇദ്ദേഹം ഇവിടുത്തെ വലിയൊരു വ്യക്തിത്വമാണ്. ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നുമില്ല, ഓടിയേ പറ്റും അല്ലേ? വയറിനുണ്ടോ പ്രധാനമന്ത്രി? അപ്പൊ ഈ വയറ് ആണ് മാസ്റ്റർ അല്ലേ? അതുകൊണ്ടായിരിക്കുമല്ലോ പൊക്കിൾക്കൊടി കണക്ട് ചെയ്ത് നമ്മൾ ജനിച്ചത്. തലച്ചോറായിരുന്നു പ്രാധാന്യമെങ്കിൽ ഈ സാധനം എടുത്ത് തലയെ ഫിറ്റ് ചെയ്തിട്ട് ഇനി വിട്ടാൽ പോരായിരുന്നു അല്ലേ അമ്മ? ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ എന്ന് പറഞ്ഞ കേട്ടോ. പൊക്കിൾക്കൊടിയിലാണ് നമ്മളെ. അപ്പൊ വയറ്റിൽ നിന്നല്ലേ തുടങ്ങിയതും, ഞങ്ങളുടെ പുറത്തോട്ട് എടുത്തിട്ട് വയറ്റിൽ നിന്ന് കട്ട് ചെയ്തത് നമ്മൾ കോയെന്ന് നിലവിളിക്കാനുള്ളത്. ഗട്സ് ഉണ്ടെങ്കിൽ തുടരാ എന്നല്ലേ പറയാം. ഗട്സ് ഉണ്ടെങ്കിൽ, ഗട്സ് എന്ന് പറഞ്ഞ ഗട്സ്. ഇതാണ് യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിക്കകത്താണ്
നമ്മുടെ ജീവിതം. ഡെയിലി സിസ്റ്റം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തീരാവുന്ന പ്രശ്നമാണ്. നമുക്ക് പ്രോപ്പറായിട്ട് മെൻസ്ട്രേഷൻ കിട്ടും, പ്രോപ്പർ എനർജി കിട്ടും, പ്രോപ്പറായിട്ടുള്ള യൂറിൻ പോകും, പ്രോപ്പറായിട്ട് മോഷൻ പോകും. ഞാൻ പലപ്പോഴും പല ഇന്റർവ്യൂസിലും പറഞ്ഞായിരുന്നു, നന്നായിട്ടൊന്ന് മോഷൻ പോകാൻ പറ്റിയാൽ തന്നെ ആരോഗ്യ സമ്പന്നതയാണ്. പലർക്കും അതുപോലും സമയത്തിന് പോകാനും പറ്റാത്ത എത്രയോ ആൾക്കാരാണ്. എന്തുകൊണ്ടാണ്? ഫൈബർ റിലേറ്റഡ്. എല്ലാത്തിനും പുച്ഛമാണ്. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ ഇത് ഡെയിലി കഴിക്കാവുന്ന, ഡെയിലി ഒന്നും കഴിക്കാൻ പാടില്ല. 3 നേരം പോലും ഡിഫറെന്റ് ആയിട്ടാ. പ്രാതൽ അല്ലെ, ലഞ്ച്, ഡിന്നർ, പണ്ടങ്ങനെയല്ലേ. പിന്നെ അളവിൽ കഴിക്കുക, അളന്ന് കഴിക്കുക. ഒന്ന് വല്ലപ്പോഴും വയറിളക്കുക. എത്ര പേര് കറക്റ്റായിട്ടൊന്ന് വയറിളക്കിയിട്ടുണ്ട്? അടിപൊളി. എത്ര പേര് കറക്റ്റായിട്ട് വയറിളക്കുന്നവരുണ്ട്? നിങ്ങളൊക്കെ പെട്രോൾ ടാങ്കും വണ്ടിയും എഞ്ചിൻ ഓയിലും വരെ മാറ്റാറുണ്ട്. നിങ്ങളൊക്കെ വയറ് കറക്റ്റായിട്ടൊന്ന് ഇളക്കാറുണ്ടോ? വയറ് ക്ലീൻ ചെയ്യേണ്ട ഇടയ്ക്ക് ആയുർവേദത്തിന്റെ ട്രീറ്റ്മെന്റ് എന്ന് കഴിഞ്ഞാൽ ആദ്യം വൈദ്യുതി ഒഴിച്ച് വയറങ്ങ് ഇളക്കും. എസ് ഓർണം അല്ലേ? അപ്പൊ തന്നെ പകുതി പ്രശ്നങ്ങൾ മാറാണ്. വേറെ ഇളക്കുന്നത് കുട്ടിക്കാലത്തിനോട്ട് വിളിക്കുക അല്ലേ അമ്മ? പണ്ട് ചെവിക്കൂടി പോയി വിരൽ 6 മാസം. ഇന്ന് അമ്മയുടെ മക്കള് എത്ര മക്കളെ വിര ഇളക്കുന്നുണ്ടോ? ഇതൊക്കെ അമ്മ. ഇതാണ് യൂണിവേഴ്സിറ്റി. ഇരിക്കുന്ന അമ്മയായിരുന്നു നമ്മുടെ ജീവിതത്തിന്റെ ഡോക്ടർ അല്ലേ, നമ്മളുടെ ഉപദേശി. ആ അടുക്കളയിൽ നിന്നായിരുന്നു നമ്മുടെ ചൈതന്യങ്ങളെല്ലാം തുടങ്ങുന്നത്, കിടക്കുന്നതിന് മുമ്പ് തീരുന്നത്. യെസ് ഓർ നോ? ആൻഡ് വി കോൾ ഇറ്റ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ഇന്ന് കുക്ക് ചെയ്യുന്നത് എന്തോ എനിക്ക് കുക്കിംഗ് അറിയില്ല, ഷെഫ് ഒന്ന് സഹായിക്കാമോ? ഓ ചിക്കൻ കറി, ഓ എന്താ പ്രശ്നം? വൈ അല്ലേ? പുട്ടുണ്ടാക്കാൻ 7 മിനിറ്റ് മതി, പോരെ അമ്മ? ഒരു മീൻകറി വെക്കാൻ 20 മിനിറ്റ്. ഇതിനകത്ത് കുക്കിംഗ് എന്ന് പറയുന്നത് എന്താ? പോയിരുന്ന് പഠിച്ചോ, പഠിച്ച് എന്തായി? ഇന്നിപ്പോൾ മൊബൈലിൽ അടിച്ചു കഴിഞ്ഞാൽ 1 സെക്കൻഡിനകത്തോ 1 മിനിറ്റിനകത്തോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട്ട് ഉഗാണ്ടയുടെ പ്രധാനമന്ത്രിയോടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്ന അവസ്ഥയിലായി. മക്കൾക്കൊക്കെ ആരോഗ്യമുണ്ടോ? ഇന്ന് ഓൾഡ് ഏജ് ഹോമുകൾ എത്ര എണ്ണമായി? മക്കളെയൊക്കെ പഠിപ്പിച്ച് വിദേശത്തൊക്കെ വിടണം, നല്ല കാര്യം. പഠിക്കാത്തവനുമായിട്ടായിരിക്കും നമ്മൾ ലാസ്റ്റ് അന്ത്യം ഉറങ്ങുന്നത്. കുറ്റം പറയുന്ന മൊത്തം ആ പഠിക്കാത്തവനെ ആയിരിക്കും. അവൻ പഠിക്കാത്തതുകൊണ്ട് പൈസ കാലത്ത് മരുന്നെടുത്ത് തരാൻ അവനെങ്കിലും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം നല്ലതിനല്ല, കുറെയൊക്കെ നല്ലതാണ്, കുറെയൊക്കെ ചീത്തയാണ്. നിങ്ങളുടെ വിദ്യാസമ്പന്നത അടിസ്ഥാനപരമായി നിങ്ങളുടെ ആരോഗ്യമാണ്. നിങ്ങൾ വയസ്സായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്. ഇതിന് പറയുന്നതാണ് ഗ്ലൈക്കേഷൻ. എന്താ പറയാ? ഗ്ലൈക്കേഷൻ. ഗ്ലൈക്കേഷൻ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാം? ഗ്ലൈക്കേഷൻ ഒരു പുസ്തകമേളയിലെ അപ്പൊ നമുക്ക് കുറച്ച് വേർഡ്സ് വെച്ച് കളിക്കാം അല്ലേ? എന്താ പറയുക നമ്മ? ഗ്ലൈക്കേഷൻ എത്ര പേർക്ക് അറിയാം? ആർക്കെങ്കിലും അറിയാം ഗ്ലൈക്കേഷൻ? ഓൾക്കറിയാം? ഇല്ല. ഗ്ലൈക്കേഷൻ ആണ് നമ്മൾ ജനിക്കുന്നത് തൊട്ട് മരിക്കുന്നത് വരെ നമ്മളുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? നിങ്ങൾ കുക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലെ? നിങ്ങൾ ജനിച്ചപ്പോൾ നിങ്ങളെ ചെവിയുടെ ബാക്ക് വൈറ്റ് ആയി, പിന്നത് പിങ്ക് ആയി, ബ്രൗൺ ആയി, ബ്ലാക്ക് ആയി മരിക്കുകയാണ് അല്ലെ? ഗ്ലൈക്കേഷൻ. കുക്ക് ചെയ്യുക. നമുക്ക് കുക്ക് ചെയ്ത് അമ്മയുടെ 20 കൊല്ലം മുമ്പുള്ള അല്ല, അമ്മ ഇപ്പൊ കുക്ക് ചെയ്താണ് അല്ലെ? ഇത്ര വർഷം പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ കുക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട് നമ്മുടെ ഭൂമിയിൽ. അറിയോ ആർക്കെങ്കിലും? അത് ഡെയിലി 1, 4, 2, 3 സ്പൂൺ ഡെയിലി നമ്മൾ കഴിച്ചു കൊടുത്താൽ നമ്മൾ പെട്ടെന്ന് പാചകം ചെയ്യപ്പെടും. അതാ പെട്ടെന്ന് ചുക്കി ചുളങ്ങി പെട്ടിക്കാത്താവാ. ഏതാണെന്നറിയാം? അല്ല, അതൊരു ആഹാര പദാർത്ഥമായിട്ടാണ് ഇവിടെ ആൾക്കാർ ഇപ്പൊ പറയുന്നത്. എന്താ പറയാ? ആർക്കെങ്കിലും കേട്ടില്ല? ഷുഗർ, പഞ്ചസാര. ഈ പഞ്ചസാര എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ ഏറ്റവും പെട്ടെന്ന് കുഴിയിലെത്തിക്കാൻ സഹായിക്കുന്നത്. ഗ്ലൈക്കേഷൻ. എന്താ വാക്കിന്റെ പേര്? ഗ്ലൈക്കേഷൻ. യു ആർ ഗെറ്റിംഗ് ഗ്ലൈക്കേറ്റഡ് എവറി നൗ എവറി ദെൻ. എത്രത്തോളം പഞ്ചസാരയെ ദൂരോട്ട് വെക്കുന്നോ അത്രത്തോളം ചെറുപ്പമായിട്ടിരിക്കാൻ പറ്റും. സിമ്പിൾ കാര്യമല്ലേ? ജിലേബി കാണുമ്പോൾ ബ്ലാഞ്ച, ലഡ്ഡു കാണുമ്പോൾ ബ്ലാഞ്ച, എല്ലാം തിന്നുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ പാചകം ചെയ്യും. നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുക ഭൂമി. ഇത് പറയുമ്പോഴായാലും എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ബേസിക്കലി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്ത് നട്ട്സ് ഉണ്ടോ, ഫ്രൂട്ട്സ് ഉണ്ടോ? സിട്രസ് എന്ന് പറയും. ഓറഞ്ച് സിട്രസ് നല്ലൊരു ഡ്രിങ്കാണ്. ഒരു നുള്ളു സോൾട്ട് വിട്ട് കഴിച്ചാൽ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവും. നിങ്ങളെല്ലാം കിടന്ന് ഈ രാവിലെ ഈ പണ്ട് എൻ്റെ അമ്മ പറയാറുണ്ട്, നായ്ക്കൊരു പണിയില്ല, നടത്തേക്ക് ഒരു കുറവുമില്ല. അപ്പൊ രാവിലെ തൊട്ട് ഓടുക എന്തോത്തിനാ? എല്ലാം നേടിയെന്ന് പറഞ്ഞ് വയസ്സാകുമ്പോഴത്തേക്കും ആയിരിക്കും പിന്നെ ചെറുപ്പമാവണം. മുടി കളറടിക്കാൻ തുടങ്ങും, തടി കളറടിക്കാൻ തുടങ്ങും, എല്ലാം പോയി. അപ്പൊ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ഞാനൊരു മെസ്സേജ് തരുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവാം, തിരിച്ചറിവുണ്ടാവും. സോ ഗ്ലൈക്കേഷൻ ഒഴിവാക്കാൻ നിങ്ങൾ കഴിവതും നിങ്ങളുടെ ലൈഫിൽ ഷുഗർ 0 കൊണ്ടുവരാം. വല്ലപ്പോഴും ഒരു ടേസ്റ്റിന് കഴിക്കുക. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ
ഭക്ഷണം കഴിക്കുകയല്ല ചെയ്യേണ്ടത്, ഭക്ഷണം രുചിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇത് ഓരോരുത്തർക്കും പറയുമ്പോൾ നമ്മളുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുക എപ്പോഴാണ്? ആർക്കെങ്കിലും പറയാം നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്തെന്ന് നിങ്ങളെ തിരിച്ചറിയിപ്പിക്കണമെങ്കിലോ തിരിച്ചറിയണമെങ്കിലോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഒരാളെ പറ്റി തിരിച്ചറിയണമെങ്കിൽ 3 പോയിന്റ് ഉണ്ട്. 1, രാത്രി അദ്ദേഹമായിട്ട് ഉറങ്ങുക. 2, യാത്ര പോവുക. 3, സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ചെയ്യാം. കറക്റ്റ്. ഒരു കൈയടി കൊടുത്തോ, ഒരു വളരെ കാര്യമായ ഒരു ഉത്തരമാണ്. ഇനിയിപ്പോ ഞാൻ ഒരാളെ തിരിച്ചറിയാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് എന്നെ അത് മനസ്സിലാക്കിച്ചത് ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇത് ഓറഞ്ചാണ്, ശരിയല്ലേ? ഞാൻ ഇതിനെ ഞവടി പിഴിയുമ്പോൾ ഇതിനകത്ത് എന്താ വരിക? പൈനാപ്പിൾ ജ്യൂസ് വരുമോ? ഇല്ല. നിങ്ങൾ പ്രതിസന്ധിയിലാകുമ്പോഴാണ്, നിങ്ങൾ പ്രശ്നത്തിൽ പെടുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. അപ്പൊ ഞാൻ സിസ്റ്റർ അടുത്ത് വളരെ സൗമ്യമായി സംസാരിക്കുമ്പോൾ സിസ്റ്റർ തിരിച്ചു, ഞാൻ സിസ്റ്റർ അടുത്ത് വളരെ അസൗമ്യമായി സംസാരിക്കുമ്പോൾ അത് സിസ്റ്റർ എങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സിസ്റ്ററുടെ ക്യാരക്ടർ വരുന്നത്, മറ്റേത് എൻ്റെ ക്യാരക്ടർ. അപ്പൊ നമ്മുടെ തലയ്ക്കകത്ത് നേരത്തെ മൈൻഡ് കുക്ക് ചെയ്യുന്ന കംപ്ലീറ്റ് പോയിസൺ നമ്മൾ വിഴുങ്ങിയാൽ നമ്മൾ അതല്ലേ ഛർദ്ദിക്കുക. അപ്പൊ നമ്മുടെ മൈൻഡ് കുക്ക് ചെയ്യുന്ന എല്ലാ വിഷവും നമ്മൾ കഴിക്കാതിരിക്കുക. അത് കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴേ പറയണം, നോട്ട് മൈ ടൈപ്പ്, നോട്ട് മൈ മങ്കീസ്, നോട്ട് മൈ സർക്കസ്. കാരണം ഇതാണ് ഞാൻ എങ്കിൽ ഇത് പിഴിയുമ്പോൾ പല മാന്യന്മാരും ഞങ്ങളുണ്ട്, ഭയങ്കര ഡീസൻ്റ് ആയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഒരു പ്രതിസന്ധിയിൽ നമ്മൾ എന്തുവാടോ താങ്ങാൻ എന്താ പറ്റോ ഇപ്പൊ പിഴിഞ്ഞപ്പോ സോറി ചേട്ടാ, അയാളെ സ്കൂളിലല്ല നമ്മൾ പഠിച്ചത്. കാലേട്ടൻ പറഞ്ഞ അതേ ഡയലോഗ് അല്ലേ, യുവർ ഫാദർ ഇസ് നോട്ട് മൈ ഫാദർ, അല്ലേ നമ്മളെ ക്യാരക്ടർ അല്ലേ. അപ്പോൾ ഈ ഓറഞ്ച് പോലെ ആയിരിക്കണം നമ്മളെ കുട്ടികളെയും എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. വീട്ടിൽ ഓറഞ്ച് ആണോ പൈനാപ്പിൾ ആണോ എന്ന് ഞെക്കി നോക്കിയാൽ പല ആൾക്കാരും വേഷപ്രച്ഛന്നരായാണ് നടക്കുന്നത്. പ്രച്ഛന്ന വേഷമാണ്. പ്രച്ഛന്ന വേഷം ഉണ്ടാകുന്നതും അടിസ്ഥാനപരമായി കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് തുടങ്ങും. ശരാശരി സാധാരണ കഞ്ഞിയും കപ്പയും കഴിച്ച് നടക്കുന്ന സാധാരണ വ്യക്തിത്വം നോക്കണം. അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരേ പാഷനായി. അദ്ദേഹം നമ്മളിപ്പോൾ റോഡ് പെട്ടെന്ന് അറിയാണ്ട് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തോ ചേട്ടാ കാണിച്ചു സോറി മായ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന കെമിക്കൽ ആഹാരം കഴിക്കുന്നവന്മാർ അവിടെ നിന്നുകൊണ്ട് തന്നെ കെമിക്കൽ ചുണ്ടിൻ്റെ അടിയിൽ വെക്കുന്നവനും കെമിക്കൽ വലിക്കുന്നവനും എല്ലാം എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ കെമിക്കൽ ഇല്ലാത്ത ഫുഡ് പാക്കറ്റിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കെമിക്കൽ ഇല്ലാത്ത ഫുഡ് നിങ്ങളെ കുട്ടികൾക്ക് കൊടുക്കുക. നിങ്ങൾ കഴിക്കുക, അവരുടെ ഒരു ശല്യം തീർന്നു കിട്ടും. കുട്ടികൾക്ക് കൊടുക്കരുത്. നിങ്ങൾ ഇത്രയും നാൾ ജീവിച്ചു, നിങ്ങൾ പേരയ്ക്ക തിന്നു, ചക്ക തിന്നു, മാങ്ങ തിന്നു, എന്നിട്ട് ഇതിന്റെ പാക്കറ്റ് എല്ലാം ചോക്ലേറ്റ് ഒക്കെ സ്നേഹമെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കുക. നേരത്തെ ഗ്ലൈക്കേഷനാണ്. 16 വയസ്സിൽ പ്രായമുണ്ടോ വെച്ച് 6 വയസ്സിലാവും. പിന്നെ അത് അനുഭവിക്കും. നമ്മളാണ് കാരണം. സഹോദരി സഹോദരന്മാരെ, ദ മിറാക്കിൾ ഓഫ് ഫുഡ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ നിങ്ങളെ മൊബൈൽ എടുത്തിട്ടാണെങ്കിലും നിങ്ങളുടെ പേപ്പറും പേരും എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ എഴുതി വെക്കണം, ഇഫ് ദ നേച്ചർ ഡിഡ്ന്റ് മേക്ക് ഇറ്റ് ഡോണ്ട് ടേക്ക് ഇറ്റ്. ആ പ്ലേറ്റ് വീട്ടിൽ എടുത്ത് എഴുതി എത്രയോ ഇപ്പം നമ്മൾ ചിലപ്പം പലരുടെയും സച്ചിൻ ടെണ്ടുൽക്കറുടെ ഫോട്ടോ വരെ വെച്ചിരിക്കും. ഇത് വെച്ചിരുന്നാൽ മതി, ഇഫ് ദ നേച്ചർ ഡിഡ്ന്റ് മേക്ക് ഇറ്റ് ഡോണ്ട് ടേക്ക് ഇറ്റ്. പ്രകൃതി ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ കഴിക്കില്ല. പ്രകൃതി രമണീയമായി ഇനിയും സിസ്റ്റർ ലൈഫിൽ നമുക്ക് ഇന്ന് സിസ്റ്റ് പലതരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ആഹാര ചൈതന്യത്തിൻ്റെ പിറകെ, പഴമയുടെ പിറകെ, അമ്മമാരുടെ അടുക്കളയിൽ ഉണ്ടായിരുന്ന ആഹാര ചൈതന്യത്തിന് ഒന്ന് റെസിപ്രോക്കേറ്റ് ചെയ്താൽ നമുക്ക് 40ാമത്തെ വയസ്സിൽ നമ്മൾ 60 വയസ്സ് തോന്നിപ്പിക്കില്ല. 60ാമത്തെ വയസ്സിലും നമ്മളെ കാണുമ്പോൾ 40 വയസ്സ് പോലെ ഇരിക്കണമെങ്കിൽ നമ്മുടെ പ്ലേറ്റ് ശ്രദ്ധിക്കണം. നമ്മുടെ വയറ് ചാടിയിട്ടുണ്ടെങ്കിൽ നമ്മളാളുകൾ ഇന്ന് തൊട്ട് അത് മാത്രം കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. രാവിലെ ഒരു 10 മിനിറ്റ് നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നോക്കിക്കൊണ്ട് നിങ്ങളോട് സംസാരിക്കും, വയറ് ചാടിയിട്ടുണ്ടല്ലോ പോകണമല്ലോ, നിങ്ങളെ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ ശരീരം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കുത്തരിച്ചോറും കടുമാങ്ങ അച്ചാറും മുത്തശ്ശി രസവും എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് വായിക്കൂടെ വെള്ളം വരും? സോ സംബഡി ഈസ് ലിസണിങ്. ആ വെള്ളം വരുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനും പറ്റൂ. ഒരുത്തനോടെ നല്ല മുളക് പൊടിയൊക്കെ ഇട്ട് നല്ല കല്ലുപ്പൊക്കെ വെച്ചിട്ട് പച്ച മാങ്ങ അങ്ങോട്ട് കട്ട് ചെയ്ത് നമ്മൾ മുക്കുമ്പോഴത്തേക്കും അല്ലേ വരുന്നില്ലേ? സോ സംബഡി ഈസ് ലിസണിങ്. നിങ്ങൾ പറയുന്നത് നിങ്ങളാണ് ബുദ്ധിമതി, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വായിക്കൂടെ വെള്ളം വരും? അപ്പോൾ ഈ ഡ്രോപ്പിംഗ് എന്ന് പറയും 70 മില്യൺ 80 മില്യൺ സെൽസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ബോഡി.
ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക. രാവിലെ ഉണ്ണികൃഷ്ണൻ സാർ 10 മിനിറ്റ് മോർണിംഗ്. ആൾക്കാർ പറയും ഭ്രാന്താണ്, അതവന് മനസ്സിലാവാത്തതുകൊണ്ട്. അറബി സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവാത്ത എല്ലാം ഭ്രാന്താണെന്ന് പറയുന്ന ഒരു കൾച്ചറിലാണ് ഭാഗമാണ് ഞാനും. ഇദ്ദേഹം കാണിക്കുന്നതെല്ലാം ബാക്കിയുള്ളവർക്ക് ഭ്രാന്തായിട്ട്, ഞാൻ കാണിക്കുന്നതെല്ലാം കാരണം അവരുടെ ഭാഷയും എല്ലാം അല്ലേ. നമ്മൾ ലൈക്ക് മൈൻഡ്. ഇപ്പൊ താങ്കൾ ശ്രദ്ധിച്ചിട്ടില്ല, മ്യൂസീഷ്യൻസ്, അവരുടെ ഫ്രണ്ട്സ് എല്ലാം മ്യൂസീഷ്യൻസ് ആയി, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെയാണ് സിഗരറ്റ് വലി ടീമാണ്, ക്രിക്കറ്റ് കളിക്കുന്നവർ കണ്ടോണ്ടോ, മൊത്തം അങ്ങ് കണക്ട് ആവും. പുസ്തകം എഴുത്തുകാർ അവര് മൊത്തം അങ്ങ് കണക്ട് ആവും. അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡ്രഗ്സ് അടിക്കുന്നവന്മാർ അവന്മാര് മൊത്തം അങ്ങ് കണക്ട് ആവും. നമ്മളെ അന്വേഷിക്കുന്നവൻ നമ്മളെ അന്വേഷിക്കും. നമ്മളുടെ സെൽസിനോട് ഞാൻ എൻ്റെ ജ്യേഷ്ഠന്മാരും സഹോദരിമാരോടും പറയുകയാണ്, ഇന്ന് മുതൽ തുടങ്ങുക. രാവിലെ ഒരു 10 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾക്ക് ക്ഷീണമുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് എക്സോസ്റ്റഡ് ആവുന്നുണ്ട്, നിങ്ങൾ അറിയാണ്ട് നിങ്ങൾ അവയവങ്ങളെല്ലാം പഴകപ്പെടുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഓരോ മാസത്തെയും കൃത്യമായി വാങ്ങിക്കുന്ന മെഡിക്കൽ ഹോസ്പിറ്റലിലെയും ഇല്ലെങ്കിൽ ഫാർമസിയിലെയും ഗുളികളുടെ ഒരു പച്ചയിലാണ് നിൽക്കുന്നത്. ആ ഗുളികൾക്ക് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മുരിങ്ങയില എല്ലാവരുടെ വീട്ടിലും ഉണ്ടല്ലേ? കുറച്ച് മുരിങ്ങയില, മുരിങ്ങയ്ക്കത്തോരൻ, പാവയ്ക്ക, പടവളങ്ങ, കുമ്പളങ്ങ എന്ന് പറഞ്ഞ സാധനം എത്ര പേര് കേട്ടിട്ടുണ്ട്? കുമ്പളങ്ങ അത് കൈപൊക്കാവോ? കുമ്പളങ്ങ എല്ലാവരും കേട്ടിട്ടുണ്ട്. നെയ്ക്കുമ്പളങ്ങ എത്ര പേര് കേട്ടിട്ടുണ്ട്? നെയ്ക്കുമ്പളങ്ങ കേട്ടിട്ടില്ലേ? ശരിയല്ലേ? നെയ്ക്കുമ്പളങ്ങയുടെ സംസ്കൃതം എന്താണെന്നറിയാം? കൂഷ്മാൻ. അതിന്റെ അർത്ഥം ടൈനി ഫോം ഓഫ് എനർജി. അതുകൊണ്ടാണ് നമ്മൾ കൊണ്ടത് കർപ്പൂരം കത്തിച്ചിട്ട് അല്ലേ? അത് ആക്ച്വലി ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു പീസ് കട്ട് ചെയ്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നുള്ളു കല്ലുപ്പും ഒക്കെ ആയിട്ട് ഇദ്ദേഹം കുടിച്ചിട്ടുണ്ട് ചോദിച്ചാൽ രാവിലെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ എനർജിയാണ്. ഇപ്പൊ എനർജി ലെവൽ. നിങ്ങളുടെ ഇലക്ട്രോലൈറ്റ്സ് വാച്ച് തിരിച്ചു കെട്ടിയോ? എത്ര പേര് വാച്ച് തിരിച്ചു കെട്ടി? കൈ പൊക്കാമോ? എല്ലാരും കിട്ടിയില്ലേ? കാരണം നിങ്ങൾക്കത് പറ്റത്തില്ല. ഈ പ്രോഗ്രാം നോക്കിയിട്ട് അത് അസ്വസ്ഥമായിരിക്കും. നമുക്കൊന്ന് ഇലക്ട്രോലൈറ്റ്സ് ചാർജ് ചെയ്താൽ എല്ലാവർക്കും ഒന്ന് എണീക്കാൻ പറ്റും. പ്ലീസ് സ്റ്റാൻഡ് അപ്പ് എവരി വൺ. ഒരു സിമ്പിൾ കാര്യം പറയാം, 2 കൈ ഒന്ന് പൊക്കാം. പൊക്കിയത് പോരാ, ഒന്നും കൂടെ ഒന്ന് പൊക്കാൻ നോക്കി. കണ്ടോ ആ വ്യത്യാസം? നിങ്ങൾ പൊക്കിയെന്ന് വിചാരിച്ചെടുത്തും ഇനി കൈ പൊക്കാം. അത് ചേച്ചി അവിടെ പൊങ്ങുന്നേ പൊക്ക്. ഇനി കൈ താത്ത കുട്ടിക്കാലത്ത് ട്രൈ ചെയ്ത് നോക്കി. പറ്റുന്നുണ്ടോ? അമ്മയ്ക്ക് പറ്റുന്നുണ്ട്. അമ്മയ്ക്ക് തൊടാൻ പറ്റുന്നുണ്ട്. എത്ര പേര് തൊടാൻ പറ്റുന്നുണ്ട്? നോക്കി. പറ്റുന്നുണ്ട്? പറ്റുന്നില്ല? ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇരിക്കും, സിരാം. ഇനി എല്ലാവരും ഒന്നുകൂടെ നേടിയിട്ട് സ്റ്റാൻഡ്. ഇനി അടുത്തിരിക്കുന്ന ആൾക്കാർ ഷേക്ക് ഹാൻഡ് കൊടുത്ത് ഷേക്ക് ഹാൻഡ്. ഒരു എനർജി വേണം. ഷേക്ക് ഹാൻഡ് കൊടുക്കേണ്ട. ചേട്ടാ കൊടുക്കുന്നില്ല. ഷേക്ക് ഹാൻഡ് റെഡി. ഇനി ജസ്റ്റ് ഒരു അടി കൊടുത്ത് ഒരടി, ചെറിയൊരടി. ഹലോ ഹൗ ആർ യു? ഒരു എനർജി വന്നാണ്. ഇരിക്കും, സിരാം. ഈ എനർജിയെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള എക്സസൈസുകൾ നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യാം. മൈൻഡ് ജിം എന്നാണ് ഇതിന് പറയുന്നത്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാം, ഇഷ്ടംപോലെ എക്സസൈസ്. മൈൻഡ് ജിം. ഇത് നിങ്ങൾ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുക. കുട്ടികളിലേക്ക് ഇതൊന്ന് പകർന്നു. കൂഷ്മാണ്ടിനെ പറ്റി ഞാൻ പറഞ്ഞു. കൂഷ്മാൻ ടൈനി നെയ്ക്കുമ്പളങ്ങ എന്നാണ് ഇതിന് പറയുന്നത്. നിങ്ങൾ മറ്റേ കർപ്പൂരം കത്തിച്ച് എറിയോ എന്തുകൊണ്ടും ചെയ്തോ, പക്ഷെ ഒരു ശകലം ജ്യൂസ് ഡെയിലി കുടിച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യ സമ്പന്നമായ ഒരു ലൈഫ്. താങ്കൾക്കെല്ലാം ആന്റി ഓക്സിഡൻസ്. താങ്കളുടെ സ്കിന്ന് കാണുമ്പോൾ അറിയാം വാട്ടർ കൺസംഷൻ കുറവാണ്. ബോഡിയിലേക്ക് കുറച്ചും കൂടെ ആന്റി ഓക്സിഡൻസ് കയറുന്ന രീതിയിലുള്ള ഫുഡ് കഴിക്കണം. സാറിന് ഞാൻ പറയുന്നത് വ്യക്തമാവും. സാറിന് ഒരു കാര്യം അറിയാം, ഈ ഭൂമിയിൽ ശ്രീ ചേർത്ത് വിളിക്കുന്ന ഒരേ ഒരു ഫലമേ ഉള്ളൂ, ഒരേ ഒരു ഫലമേ ഉള്ളൂ. ശ്രീ വിജയൻ, ശ്രീ കാർത്തികേയൻ, അതൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ സ്ത്രീ അല്ല, ശ്രീ ചേർത്ത് വിളിക്കുന്ന ആ ഫലത്തിന്റെ പേരെന്താന്ന് പറയാം? ആർക്കെല്ലാം അറിയാം? ഒന്ന് കൈവക്കാം. ശ്രീ ചേർത്ത്. ഈ മനോഹരമായ കേരളത്തിന്റെ മനോഹരമായ മക്കളോട് എന്റെ ചോദ്യം, ശ്രീ ചേർത്ത് വിളിക്കുന്ന ഫലത്തിന്റെ, നമ്മളെ കേരളത്തിന്റെ സ്വന്തം ഫ്രൂട്ട് ഏതാണ്? ഫലം ഏതാണ്? മാഷിനറിയാം? കൽപ്പശ്രീ. അതേതാണത്? അതിനെ എങ്ങനെയാണ് മലയാളീകരിച്ചൊന്ന് പറഞ്ഞു കൊടുക്കാം? കൈയടി കൊടുത്ത ഇദ്ദേഹത്തിന്റെ വലിയൊരു കൈയടി കൊടുത്തു. കേരളത്തിന്റെ തേങ്ങയ്ക്ക് മാത്രമാണ് നേരത്തെ കൾച്ചർ എന്ന് പറഞ്ഞത് ശ്രീഫൽ എന്ന് പറയുന്നത്. തേങ്ങാ വെള്ളത്തിൽ ഒഴിച്ചിരി ഉപ്പിട്ട് കുടി, പൊട്ടിച്ചും കളയേ വേണ്ട. ചിരട്ട വേണ്ട, തേങ്ങ വേണ്ട. കഴിഞ്ഞ ദിവസം
ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോൾ എൻ്റെ കൂടെയുള്ള ടീം പറഞ്ഞു, ഷെഫെ ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ വ്യാഖ്യാനിക്കത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു, ഞാനൊരു സ്റ്റോറി പറയാം. ഈ സ്റ്റോറി ഒരു ക്വിസായിട്ട് തന്നെ കരുതുക. കൃത്യം 12 മണിക്ക് ആരുമില്ല ആറൂടെ. ശ്രദ്ധിച്ചു കേൾക്കുക. ഉത്തരം തരാനുള്ള ആൾ കൈപൊക്കാം. ഒരു കാറ് ചീറിപ്പാഞ്ഞു വരികയാണ്. വളരെ നിശബ്ദത. കറുത്ത പർദ്ദയിട്ട് ഒരു ലേഡി റോഡ് ക്രോസ് ചെയ്യണം. ശ്രദ്ധിച്ചാണോ? അടുത്തെത്തിയതും ഡ്രൈവർ ബ്രേക്ക് ചെയ്തു. എന്റെ ചോദ്യം, ഈ ഡ്രൈവർ എങ്ങനെയാണ് ഈ 12 മണിക്ക് ഈ കറുത്ത പർദ്ദയിട്ട പെൺകുട്ടിയെ കണ്ടത്? ഇനി വേണം ആൻസർ. പകലായിരുന്നു. ഒരു കൈയടി കൊടുക്കുക. എത്ര പേര് അത് ചിന്തിച്ചാണ് അല്ലെ? നമ്മൾ വെച്ച് ആൻസർ അന്വേഷിക്കുകയല്ലായിരുന്നു. അത് അർദ്ധരാത്രിയാണെന്ന് വിചാരിച്ചു. ഇതെല്ലാം ചിന്ത കഴിഞ്ഞു. അതുപോലെ തന്നെ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി നിങ്ങൾ നടന്നു ചെല്ലുന്ന സമയത്ത് ആരുമില്ല, പരിപൂർണ വെറും ഒരു നിക്കറും ഇട്ടോണ്ട്, വെറും ഒരു ഈ പറഞ്ഞ ചട്ടിയും ഇട്ടോണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. ഞാൻ ആരുമില്ല. നിങ്ങൾ ആ പെൺകുട്ടിയെ കാണുമ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും? ആരുമില്ല. വളരെ സൈലന്റ് ഏരിയ ആണ്. സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. നിങ്ങൾ ആ പെൺകുട്ടി വെറും ഹാഫ് നഗ്നയായി വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? ആർക്കെങ്കിലും ആൻസർ ഉണ്ടോ? സഹായം കൊച്ചുകുട്ടിയല്ലേ, കയ്യടി കൊടുക്കുക. ഇതെല്ലാം മൈൻഡ് മാജിക്ക. കാരണം ഒരു പെൺകുട്ടി നിക്കർ വിട്ടുകൊണ്ട് ഓടി വരണമെങ്കിൽ അതും പകുതി നഗ്നയായിട്ട് പറഞ്ഞത് പൊടിക്കൊച്ചായിരിക്കണം, ഒരു സുന്ദരി കുട്ടിയായിരിക്കണം. അപ്പൊ നമ്മളെ മനസ്സിനകത്ത് കുക്ക് ചെയ്യപ്പെടുന്നത് നമ്മളിൽ നിന്നും പുറത്തു നിന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനൊരു ഉത്തരം കിട്ടുക. നമ്മൾ അതിനകത്തോട്ട് കയറിയിരുന്ന് ഈ കുട്ടി എന്ത് സഹായം, അയ്യോ ആരെങ്കിലും കണ്ടാലോ, സോ വാട്ട്. വിവേകത, വിദ്യാഭ്യാസത്തിന്റെ അങ്ങേയറ്റം അറിവുകളെക്കാൾ വലുത് തിരിച്ചറിവുകളാണ്. ശരിയല്ലേ സർ? അറിവുകളെക്കാൾ വലുത് തിരിച്ചറിവ്. നമ്മുടെ നാടിന്റെ തേങ്ങ തന്നെയാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ വ്യാപാരത്തിന് പറ്റിയ, ഇല്ലെങ്കിൽ ആരോഗ്യത്തിന് പറ്റിയ. പലരും കളിയാക്കാറുണ്ട്, തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും വിട്ടിട്ട് ഷെഫിനൊന്നും പറയാനില്ല. ഇല്ലടോ, മെനഞ്ഞാന്നുണ്ടായ അറബി നാടിന് ഈത്തപ്പഴം ഇത്രയും വലുതാണെങ്കിൽ ശരിയല്ലേ? ഇട്ടാവട്ടം പോലുള്ള തായ്ലൻഡിന് തായ് ഫുഡ് വലുതാണെങ്കിൽ ശരിയല്ലേ? ചൈന പോലത്തെ രാജ്യത്തിന് ചൈനീസ് ഫുഡ് വലുതാണെങ്കിൽ ഇത്രയും സംസ്കാരങ്ങൾ, 28 സ്റ്റേറ്റ്സ്, യെസ് ഓർ നോ, 8 യൂണിയൻ ടെറിട്ടറീസ്, വൈവിധ്യമായ ചരിത്രപൂർണമായ ആഹാര ചൈതന്യം സ്വന്തമായിട്ടുള്ള ഒരു ഭാരതീയൻ എന്ന രീതിയിൽ കേരളത്തിന്റെ സംസ്കാരത്തിനെയും ആഹാര ചൈതന്യത്തിനെയും ബഹുമാനിക്കണോ വേണ്ടയോ? എന്നാ ഒരു കൈയടി. ബഹുമാനിക്കണമെങ്കിൽ നിങ്ങളത് ബഹുമാനിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് കഞ്ഞി പോലും ഒരു വൃത്തികെട്ട ലാംഗ്വേജ്. പൊടാ കഞ്ഞി എന്ന് വിളിച്ചാൽ അത് തെറിയായി. പോറിജ് എന്ന് പറഞ്ഞാൽ അന്തസ്സായി. പട്ടി എന്ന് വിളിച്ചാൽ തെറിയായി. ഡോഗ് എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല. വായിൽ സംസ്കൃതം വരും എന്ന് പറഞ്ഞാൽ തെറിയായി. അങ്ങനെ ഭാരതീയ സംസ്കാരത്തിനെയും നമ്മളുടെ ചിന്തകളെയും മലിനീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ശശി എന്ന് വിളിച്ചാൽ തെറിയായി. സോമൻ എന്ന് വിളിച്ചാൽ തെറിയായി. പോകെ നമ്മുടെയൊക്കെ മുത്തച്ഛന്റെയും നമ്മുടെയൊക്കെ തന്തമാരുടെയും പേര് പോലും തെറിയാക്കി മാറ്റുന്ന ഒരു ചരിത്രത്തിലേക്ക് വലിഞ്ഞു കയറുമ്പം ചിന്തിക്കേണ്ടത്, ക്യാൻ ഐ മേക്ക് ദ ചേഞ്ച്? എനിക്കൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും, അതോ ഞാൻ വിട്ടുകൊടുക്കണോ? എൻ്റെ തേങ്ങയെ ഞാൻ മുറുക്കി പിടിക്കണോ? എൻ്റെ സംസ്കാരത്തിന്റെ ആഹാര ചൈതന്യത്തിന് വില വെച്ച് ഔഷധപൂർണമായ ഒരു ജീവിതം ഞാൻ നേടിയെടുക്കണോ? കാരണം എൻ്റെ കൾച്ചർ തുടങ്ങുന്നത് agricultural. So everything begins from your soil, from the soil to the plate. നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ പോയി എന്തെങ്കിലും കഴിക്കുമ്പോഴും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ, കഴുകി ഉണക്കിയ മുളക് പൊടിയാണോ, വെളിച്ചെണ്ണയാണോ? കെമിക്കൽ ഓറിയന്റഡ് ലൈഫ് നിങ്ങളെ ആശുപത്രികളിൽ എത്തിക്കും. ആശുപത്രി നല്ലതാണ് ചീത്തയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഹോസ്പിറ്റലുകളിൽ അല്ല ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. നിങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? നിങ്ങളുടെ വാച്ച് യുവർ പ്ലേറ്റ്. ഈ പ്ലേറ്റിൽ എന്താണ് വെക്കേണ്ടതെന്ന് ഒരു കൃത്യനിഷ്ഠയോടുകൂടി ചിന്തിക്കുന്ന എത്ര പേരുണ്ട്?
എൻ്റെ ഈ കൂട്ടത്തിൽ. താങ്ക് യു. അറ്റ്ലീസ്റ്റ് ഇനിയെങ്കിലും ആ മാറ്റങ്ങൾ ഉണ്ടാവണം. കഞ്ഞി ഒരു തെറിയല്ല. ഞാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 10 വർഷമായി നാട്ടിൽ. ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ബേസിക്കലി കാന്താരി ചമ്മന്തിയും ചക്ക അവിയലിനെയും പറ്റി തന്നെ. എന്നെ ഇവിടെ എത്തിച്ചതും എനിക്ക് ഗവർണർ സ്വാനന്ദ ബോസ് സാറും UP ഗവർണറുമായിട്ടായിരുന്നു എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ലഞ്ച്. ഇവിടെ ഗുജറാത്തി ഫുഡായിരുന്നു. എന്നെ ഇവിടം വരെ എത്തിച്ചത് ബേസിക്കലി കഞ്ഞിയാണ്. എൻ്റെ ഡീ ഫൈറ്റർ എന്ന് പറയുന്ന പോറിറ്റ് കഴിച്ചാൽ ഷുഗറിന് മരുന്ന് കഴിക്കണ്ട. എന്നാൽ എൻ്റെ കഞ്ഞി ഒരു മരുന്നല്ല, ആഹാരമാണ്. ഒരു നേരം കഴിക്കാൻ 50 രൂപയ്ക്ക് താഴെ വരുന്നു. എന്നാൽ സ്റ്റോഴ്സോ ഒന്നുമില്ല. എനിക്കറിയാവുന്നവർക്ക് ഞാനത് കോംപ്ലിമെന്റ് ചെയ്യാൻ ചെയ്യും. നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടായാൽ എന്നെ വിളിക്കുക, ഇല്ലെങ്കിൽ വെച്ചോ. അതാണ് എനിക്ക് ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് 2024 NGR യൂണിവേഴ്സിറ്റിയുടെ നാഷണൽ അവാർഡൊക്കെ കിട്ടാൻ കാരണം. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഹൈക്കോടതിയിൽ നളൻ എന്നുള്ള പേര് അല്ല, എനിക്ക് ബേസിക്കലി നാട്ടിൽ വന്നിട്ട് ഒരു സമ്പാദ്യമായിട്ട് കിട്ടിയ അമൃത ചാനലിലെ സുജിത്താണ് ആദ്യമായിട്ട് അത് അഭിസംബോധന ചെയ്തത്. പിന്നെ ഇൻഡസ്ട്രി ഏറ്റെടുത്ത് കിട്ടിയത് ഒരു സൗഭാഗ്യമാണ്. ഷൈൻ, നടൻ ഷൈൻ എന്നാണ്. വേറെ എന്തെങ്കിലും? ഇപ്പൊ സാർ പറഞ്ഞത് ഈ ഓർഗാനിക് നമുക്ക് ഉപയോഗിക്കുന്നു പറഞ്ഞല്ലോ, ഫ്രൂട്ട്സ് ആയാലും വെജ് ആയാലും. പക്ഷെ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ മുഴുവൻ വിഷമാണെങ്കിൽ അതിന് എങ്ങനെ നമുക്ക് തരംതിരിച്ച്? നമ്മൾ എന്ത് അന്വേഷിക്കുന്നോ നമ്മളെയും അന്വേഷിക്കുന്നുണ്ട് സർ. വിഷം ഇല്ലാത്ത മാർക്കറ്റുകളും ഇപ്പം പുത്തോണ്ടന്റെ കെയർ ഓഫിൽ തന്നെ ഇവിടെ ആഴ്ച ചന്ത, ഞായറാഴ്ച ചന്ത എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് വിൽക്കുന്നു. നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് അതായിരിക്കണം ഫോക്കസ്. നമുക്കൊരു വിഷരഹിത ആഹാര ചൈതന്യം ഉണ്ടാക്കിയേ പറ്റൂ. അത് താങ്കൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ താഴെ ഈ ചക്ക ബേസിക്കലി ആർക്കും വിഷമടിക്കാൻ പറ്റില്ല. നാടിലെ പേരയ്ക്ക എത്ര വിഷമടിക്കാൻ പറ്റാത്തൊരു സാധനം. പക്ഷെ ഇതൊന്നും ആർക്കും വേണ്ട. പിന്നെ ബീൻസ് അങ്ങനെയുള്ള സാധനങ്ങൾ ഈ കഴിക്കാൻ എന്തോണം. മുറ്റത്ത് ഞാൻ പറഞ്ഞ ചൊറിയണം പറിച്ച് തോരൻ വെച്ചാൽ പോലും, മുറ്റത്തെ ചീര പറിച്ച് തോരൻ വെച്ചാലും, മുരിങ്ങേൻ്റെ തോരൻ വെച്ചാലും, കൂമ്പ് തോരൻ വെച്ചാലും, വാഴപ്പിണ്ടി തോരൻ വെച്ചാലും, അങ്ങനെ വൈവിധ്യമായിട്ട് കിടക്കുക. ഇതെല്ലാം കളഞ്ഞിട്ട് നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത് വേറെ എന്തോ ആണ്. അത് കഴിക്കുമ്പോൾ, നിങ്ങൾ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ അതിനൊരു പ്രൈസ് പേ ചെയ്യണം. അതാണ് നിങ്ങളുടെ ആരോഗ്യം. ഫ്രൂട്ട്സ് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലെ പേരയ്ക്കയുണ്ട്, ചക്കയുണ്ട്, പഴങ്ങൾ തന്നെ എത്ര വർഗ്ഗങ്ങളുണ്ട്. പഴം രാത്രി ഉറക്കം കഴിച്ചാൽ ഉറക്കം ഹെൽപ്പ് ചെയ്യുന്നതാണ്. മാഗ്നീഷ്യം ഉള്ള നല്ല പഴങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ നോക്കി. നമ്മൾ ആപ്പിൾ, ഓറഞ്ച് എല്ലാം ഈ വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ പല സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. അവരൊക്കെ വളരെ ക്ലിനിക്കലി കൊണ്ടുവരുന്നത്. അവർക്ക് ടെസ്റ്റ് ഉണ്ട്, FSSAI ലൈസൻസ് ഉണ്ട്. നമ്മൾ ഈ ലോകത്ത് ഞാൻ ഇന്ത്യയിൽ മാത്രം കണ്ടത് ഷൂസ് ഷോറൂമിലും ഫ്രൂട്ട്സ് റോഡിലും ഇരിക്കും. ശ്രദ്ധിക്കുന്നുണ്ട്? ഷൂസ് ഷോറൂമിൽ, ഫ്രൂട്ട്സ് റോഡിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളൊരു ആവേശം മൂത്ത് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന വിഷത്തിന്റെ പ്രതിസന്ധികൾ നിങ്ങൾ ഭാവിയിൽ അതിനൊരു വില കൊടുക്കേണ്ടി വരും. ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു ഒന്ന് വിളിച്ചോണത്തിയിരുന്നെങ്കിൽ എന്ന് പറയുന്നത്. ദിസ് ഇസ് ജസ്റ്റ് എ വേക്ക് അപ്പ് കോൾ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ്.